GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുത്തുകുഴി സഹകരണ ബാങ്കിനെതിരെ സഹകരണ വകുപ്പ് വീണ്ടും അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണം നിയമത്തിലെ 65-ാം വകുപ്പ് പ്രകാരം. ഭരണസമിതി തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ അപാകതയെന്ന പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അന്വേഷണം ആരംഭിച്ചു. കുട്ടമ്പുഴയിൽ പട്ടയ സമരം ശക്തമാകുന്നു. കുട്ടമ്പുഴ കർഷക സംരക്ഷണ സമിതി ശനിയാഴ്ച വില്ലേജ് ഓഫീസ് മാർച്ച് നടത്തും. പട്ടയ പ്രശ്നത്തിന് ഉടൻ പരിഹാരമാകുമെന്ന് കോൺഗ്രസ്. കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ 1-ാം വാർഡിൽ വ്യക്തിഗത ആനുകൂല്യങ്ങളുടെ വിതരണത്തിൽ ക്രമക്കേടെന്ന് ആരോപണം. വാർഡ് സഭയിൽ ബഹളം. വിജിലൻസ് അന്വേഷണം വേണമെന്ന് LDF. വാർത്തകൾ വിശദമായി. കുത്തുകുഴി സഹകരണ ബാങ്കിനെതിരെ സെക്ഷൻ 65 പ്രകാരം വീണ്ടും അന്വേഷണത്തിന് ഉത്തരവായി. സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് നേരത്തെ പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ നിന്ന് പിന്മാറുന്നതായി സർക്കാർ കോടതിയിൽ അറിയിക്കുകയും പഴയ ഉത്തരവ് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഈ പിഴവ് ഒഴിവാക്കിയാണ് പുതിയ അന്വേഷണ ഉത്തരവ്. ബാങ്കിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ അപാകതയുണ്ടെന്ന പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുത്തുകുഴി സഹകരണ ബാങ്കിലെ സെക്രട്ടറിക്കെതിരെ ഉയർന്ന പരാതിയും മറ്റ് ക്രമക്കേടുകളുമാണ് സഹകരണ വകുപ്പ് അന്വേഷിക്കുന്നത്. സഹകരണ നിയമത്തിലെ 65-ാം വകുപ്പ് പ്രകാരമുള്ള അന്വേഷണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതേ അന്വേഷണം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് പിന്മാറിയിരുന്നു. അന്വേഷണത്തെ LDF കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു. നടപടികളിലെ വീഴ്ച ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്നാണ് സർക്കാർ അന്വേഷണത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് കോടതി അറിയിച്ചത്. അന്വേഷണം നടത്തുന്ന ആളുടെ പേര് ഉത്തരവിലില്ലായിരുന്നു എന്നതാണ് വീഴ്ച. ഇത് പരിഹരിച്ച് സീനിയർ ഇൻസ്പെക്ടർ ആലീസ് ചെറിയാനെ അന്വേഷണ ഉദ്യോഗസ്ഥയായി നിശ്ചയിച്ചുകൊണ്ടാണ് പുതിയ ഉത്തരവ്. 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം. സർക്കാർ അന്വേഷണത്തിൽ നിന്നും ആദ്യം പിന്മാറിയത് തങ്ങളുടെ വിജയമായി LDF അവകാശപ്പെട്ടിരുന്നു. വായ്പാ തിരിമറിയുടെ പേരിലാണ് സെക്രട്ടറിക്കെതിരെ സഹകരണ ജോയിന്റ് രജിസ്ട്രാർക്ക് പരാതി ലഭിച്ചത്. അതിനിടെ ബാങ്കിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ അപാകതകളുണ്ടെന്ന് കാണിച്ച് ലഭിച്ച പരാതിയെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരിശോധന ആരംഭിച്ചു. ഉദ്യോഗസ്ഥർ ബാങ്കിലെത്തി രേഖകൾ പരിശോധിച്ച് മടങ്ങി. വോട്ടർ പട്ടികയിൽ ബാങ്കിന്റെ പ്രവർത്തന പരിധിക്ക് പുറത്തുള്ളവരും കോതമംഗലം ഊന്നുകൽ സഹകരണ ബാങ്കുകളിൽ അംഗത്വമുള്ളവരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന പരാതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കുന്നത്. വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്ന് തെളിഞ്ഞാൽ ഇപ്പോൾ വിജ്ഞാപനം ചെയ്തിട്ടുള്ള ഭരണസമിതി തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്നതുൾപ്പെടെയുള്ള നടപടികളുണ്ടായേക്കാം. ജൂലൈ മാസം 3-നാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. വർഷങ്ങളായി LDF ഭരിക്കുന്ന ബാങ്കാണിത്. LDF ഭരണസമിതിയെ അട്ടിമറിച്ച് ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് LDF ആരോപിക്കുന്നുണ്ട്. കുട്ടമ്പുഴയിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട കുട്ടമ്പുഴ കർഷക സംരക്ഷണ സമിതി പട്ടയ പ്രശ്നം ഏറ്റെടുത്ത് പ്രക്ഷോഭം ആരംഭിക്കുന്നു. പഞ്ചായത്തിലെ മുഴുവൻ കർഷകർക്കും ഉപാധിരഹിത പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ട് ശനിയാഴ്ച വില്ലേജ് ഓഫീസ് മാർച്ച് നടത്തും. സമരത്തോട് UDF ഘടകകക്ഷികൾക്ക് ഭിന്നസ്വരമാണ്. പട്ടയം നൽകുന്ന കാര്യം തീരുമാനിക്കാൻ അടുത്ത ചൊവ്വാഴ്ച മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരാനിരിക്കെ ഇപ്പോഴത്തെ സമരം അനാവശ്യമാണെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇടുക്കിയിലെ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട കുട്ടമ്പുഴ കർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് കുട്ടമ്പുഴയിൽ പട്ടയ സമരം ആരംഭിക്കുന്നത്. ആദ്യപടിയായി ശനിയാഴ്ച കുട്ടമ്പുഴ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. കർഷകന്റെ അവകാശങ്ങൾ നേടിയെടുക്കുക, കർഷകന്റെ കൈവശമുള്ള മുഴുവൻ ഭൂമിക്കും ഉപാധിരഹിത പട്ടയം നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങൾക്കായാണ് കർഷക സംരക്ഷണ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. വിവിധ ജാതി മത പ്രസ്ഥാനങ്ങളും സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ചേർന്നാണ് സമിതി രൂപീകരിച്ചിരിക്കുന്നത്. ചെയർമാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA വിശുംബരനും ജനറൽ കൺവീനർ ഫാദർ ജെയിംസ് ഐക്കരമറ്റവുമാണ്. ശനിയാഴ്ചത്തെ വില്ലേജ് ഓഫീസ് മാർച്ചിനോട് LDF സഹകരിക്കുന്നുണ്ട്. UDF-ൽ നിന്ന് കേരള കോൺഗ്രസ് M സഹകരിക്കാൻ സാധ്യതയുണ്ട്. TU കുരുവിള MLA-യെയാണ് മാർച്ചിന്റെ ഫ്ളാഗ് ഓഫിന് നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ കോൺഗ്രസ് പട്ടയ സമരത്തോടുള്ള എതിർപ്പ് ഇതിനകം പ്രകടമാക്കി കഴിഞ്ഞു. പട്ടയം നൽകുന്ന കാര്യത്തിൽ UDF സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. പട്ടയ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രിക്ക് നിവേദനവും നൽകിയിരുന്നു. പട്ടയം നൽകുന്ന കാര്യം ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ കുട്ടമ്പുഴ, വടാട്ടുപാറ, ഇഞ്ചത്തൊട്ടി, മാമലക്കണ്ടം, പൂയംകുട്ടി, മണികണ്ഠൻചാൽ, കല്ലേലിമേട്, ഉരുളൻതണ്ണി, 100 ഏക്കർ തുടങ്ങിയ പ്രദേശങ്ങളിലെയെല്ലാം ബഹുഭൂരിപക്ഷം കർഷകരുടെയും കൈവശ ഭൂമിക്ക് പട്ടയം ലഭിച്ചിട്ടില്ല. പട്ടയം ലഭ്യമാക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യത്തോട് ഇതുവരെ അനുകൂല നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കുട്ടമ്പുഴ കർഷക സംരക്ഷണ സമിതി പട്ടയ പ്രശ്നം ഏറ്റെടുത്ത് സമരം സംഘടിപ്പിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 10-ന് ആരംഭിക്കുന്ന വില്ലേജ് ഓഫീസ് മാർച്ചിൽ വൻ ജനപങ്കാളിത്തം ഉറപ്പാക്കാനാണ് സംഘാടകരുടെ ശ്രമം. മാർച്ചിന് ശേഷം നടക്കുന്ന ധർണ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP ഉദ്ഘാടനം ചെയ്യും.
ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തും. കുറ്റിയാംചാൽ ഇമാം ഡിയാൻ ഖാൻ പ്രമേയം അവതരിപ്പിക്കും. കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ 1-ാം വാർഡിലെ വാർഡ് സഭാ യോഗത്തിൽ ബഹളം. ഒരാഴ്ച മുമ്പ് ചേർന്ന വാർഡ് സഭ ബഹളം മൂലം പൂർത്തിയാക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് വെള്ളിയാഴ്ച വീണ്ടും വാർഡ് സഭ ചേർന്നത്. വാർഡിൽ വ്യക്തിഗതാനുകൂല്യങ്ങൾക്ക് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിൽ അഴിമതിയുണ്ടെന്നാരോപിച്ചാണ് ഒരു വിഭാഗം അംഗങ്ങൾ പ്രതിഷേധിച്ചത്. പ്രതിഷേധക്കാർ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു. ചെയർമാൻ കെ.പി. ബാബു, വാർഡ് കൌൺസിലർ സലോമി എൽദോസ്, അഡ്വക്കേറ്റ് അബു മൊയ്തീൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഞങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് തോന്നുന്നു. അത് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഘടകത്തിന്റെ ആയിരിക്കും. ഞാൻ ആദ്യം ഒരു പ്രശ്നമില്ല. അപ്പൊ ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മാർഗം സ്വീകരിക്കാം. ഒന്ന്, ഈ പരാതി കൊടുത്ത് അന്വേഷണങ്ങൾ ലഭിച്ച് അത് ചെയ്യാനുള്ളത്. രണ്ട്, അതൊരു അനുഭവ പാഠമാക്കി ഈ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് പരമാവധി ഈ ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ പരാതി ഇല്ലാതെ അതിന് യോഗ്യതയുള്ളവരെ കണ്ടെത്തി ആരാണെങ്കിൽ കൊടുക്കുന്ന ഒരു കാര്യത്തിന് പരമാവധി ശ്രദ്ധിക്കാമെന്ന് കൗൺസിലർക്ക് വേണ്ടി നമ്മളൊക്കെ ഉറപ്പുവരിക. കോറമില്ലാതെയാണ് വാർഡ് സഭ ചേർന്നതെന്നും പരാതിയുണ്ട്. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളവരെ തഴഞ്ഞുവെന്നാണ് പ്രധാന ആക്ഷേപം. കക്കൂസ് നിർമ്മാണം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സാമ്പത്തിക ഭദ്രതയുള്ളവർക്കാണ് നൽകിയിരിക്കുന്നതെന്ന് LDF ആരോപിച്ചു. ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന ആവശ്യവും LDF ഉന്നയിക്കുന്നുണ്ട്. ഇതിന് 2 വാർഡിലെ കൗൺസിലർമാരും അഴിമതി കാര്യങ്ങൾ, അതിന് ചെയർമാനും മുനിസിപ്പൽ ചെയർമാനും കൂട്ടുനിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അത് വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടി LDFന്റെ നേതൃത്വത്തിൽ നാളെ മുനിസിപ്പൽ സെക്രട്ടറിനെ കണ്ട ഇതിന്റെ പരാതി ഇന്ന് വാർഡ് സഭ നടന്നിട്ടുള്ള കോരം തിരഞ്ഞിട്ടുള്ള 68 പേരാണുള്ളൂ. ആ 68 പേരെ കോരമുള്ളൂ. അതുകൊണ്ട് 105 പേര് കോരം വേണം. അതുകൊണ്ട് ഞങ്ങൾ മുനിസിപ്പൽ സെക്രട്ടറിക്ക് പരാതി കൊടുക്കും. ഈ മുനിസിപ്പൽ വാർഡ് സഭ ഇവിടെ നടന്നിട്ടില്ല. അവരുടെ കുറെ ആൾക്കാരെ വിളിച്ച് അത് വാർഡ് സഭ നടത്തേക്കാണ് ഇവിടെ ബഹിഷ്കരിച്ച് ഇറങ്ങി പോകുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ അഴിമതി, ഈ 1-ാം വാർഡിലെ അഴിമതി കാര്യങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ നാളെ തന്നെ വിജിലൻസിന് പരാതി കൊടുക്കും. കോതമംഗലം താലൂക്കിലെ അതിർത്തി പ്രദേശത്തെ ഒരു സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ബാഗിൽ നിന്ന് കഞ്ചാവ് പൊതികൾ കണ്ടെടുത്തു. കഴിഞ്ഞ ദിവസം സ്കൂളിൽ മൊബൈൽ ഫോണുകൾക്കായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പൊതികൾ കണ്ടെടുത്തത്. വിവരം സ്കൂൾ അധികൃതർ മേലധികാരികളെ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാനുള്ള പദ്ധതി നടപ്പാക്കി വരുന്നതിനിടെയാണ് താലൂക്കിലെ സ്കൂളുകളിൽ കഞ്ചാവിന്റെ ഉപയോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ജൂലൈ 1, 2 തീയതികളിൽ നടക്കുന്ന ചക്രസ്തംഭന സമരത്തിന്റെ മുന്നോടിയായി കോതമംഗലം താലൂക്ക് തല സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി. മോട്ടോർ വാഹന തൊഴിലാളി കോർഡിനേഷൻ സമിതിയുടെ താലൂക്ക് കമ്മിറ്റിയാണ് കൺവെൻഷൻ നടത്തിയത്. വിവിധ നേതാക്കൾ പ്രസംഗിച്ചു. പക്ഷെ ഇതിന്റെ പ്രചരണം നമ്മൾ ഈ വാഹനമുള്ള എല്ലാ ജനങ്ങളെയും അറിയിച്ചാൽ അവരുടെ എല്ലാവരുടെയും പിന്തുണ നമുക്ക് ലഭിക്കും. അങ്ങനെയെങ്കിൽ ഈ സമരം വിജയിക്കാൻ അത് മാത്രം മതിയാകും. പക്ഷെ നമ്മൾ വേണ്ട വിധത്തിൽ ഇതിന്റെ പ്രചരണം കൊടുക്കാൻ തയ്യാറാവണമെന്ന് മാത്രം. നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ ആവശ്യങ്ങളായി, അതായത് 1 കോടി ജനങ്ങൾക്ക് ഉപരിയായിട്ട് ഈ ഇതുപോലെ ടാക്സോ ഇൻഷുറൻസോ വർദ്ധിപ്പിച്ചാൽ ഇവിടുത്തെ കടത്തുകൂലി കൂടുകയും ചരക്കുകൂലി കൂടുകയും അതോടൊപ്പം ട്രാൻസ്പോർട്ടേഷൻ കൂടുകയും ഈ സഞ്ചരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും അവർക്ക് ഓർ കൊടുക്കുന്ന ഇത് കാശ് കൂടുകയും ചെയ്യുമെന്ന് ബോധ്യപ്പെട്ടാൽ ഈ സമരം ഈ ജനങ്ങൾ ഒന്നായി നടത്തുന്ന ഈ സമരം ഗവൺമെന്റ് അംഗീകരിച്ചേ മതിയാവൂ. കോഴിപ്പിള്ളിപ്പാലം പള്ളിയം പള്ളത്തുപടി റോഡിന്റെ നവീകരണ ജോലികൾ ആരംഭിച്ചു. മാസങ്ങൾക്ക് മുമ്പ് നിർമ്മാണോദ്ഘാടനം നടത്തിയിട്ടും ജോലികൾ ആരംഭിക്കാത്തതിനെതിരെ പ്രതിഷേധമുയർന്നിരുന്നു. കുണ്ടും കുഴിയുമായി സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുന്ന റോഡിന്റെ നവീകരണ ജോലികൾ എത്രയും വേഗം ആരംഭിക്കണമെന്ന ആവശ്യവും ശക്തമായിരുന്നു. ഇപ്പോൾ റോഡിന്റെ കലുങ്ക് നിർമ്മാണം, സംരക്ഷണ ഭിത്തി നിർമ്മാണം, വീതി കൂട്ടൽ, കാന നിർമ്മാണം അടക്കമുള്ള പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. നിർമ്മാണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു.
ചടങ്ങിൽ ലീലാമ്മ വർഗീസ്, PV മോഹനൻ, MS ബെന്നി, പത്മിനി സുകുമാരൻ, VK ജനാർദ്ദനൻ എന്നിവർ പ്രസംഗിച്ചു. ഇത് പൂർത്തിയാക്കിയ ശേഷം BMBC ടാറിംഗ് നടത്തും. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി സഡക് യോജന പദ്ധതിയിൽ നിന്നുമാണ് 2 കോടി രൂപ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിൽ അച്ചടക്ക നടപടിക്ക് വിധേയനായ ബാബു പോൾ പാർട്ടിയിൽ നിന്നുകൊണ്ട് നേടിയ മുഴുവൻ സ്ഥാനമാനങ്ങളും രാജിവെക്കണമെന്ന് യൂത്ത് ഫ്രണ്ട് എം നിയോജകമണ്ഡലം നേതൃയോഗം ആവശ്യപ്പെട്ടു. അതിന് തയ്യാറായില്ലെങ്കിൽ രാജി നേതൃത്വം ചോദിച്ചു വാങ്ങണം. അച്ചടക്ക നടപടിക്ക് ശേഷം ബാബു പോൾ MLAയ്ക്കും പാർട്ടി നേതൃത്വത്തിനുമെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ബാലിശമാണ്. കുടമുണ്ടയിൽ MLAയ്ക്കെതിരെ പ്രതിഷേധമുയർത്തിയതിന് പിന്നിലും ബാബു പോൾ ആണെന്നും യൂത്ത് ഫ്രണ്ട് ആരോപിച്ചു. ഡീൻ കുര്യാക്കോസിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത് ബാബു പോളാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗത്തിലൂടെ ഇടതുമുന്നണിയിൽ കയറിക്കൂടാനാണ് അദ്ദേഹത്തിന്റെ നീക്കമെന്നും യോഗം ചൂണ്ടിക്കാട്ടി. യോഗത്തിൽ പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ റോണി മാത്യു, CK സത്യൻ, ജോഷി അറക്കൽ എന്നിവർ പങ്കെടുത്തു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിയോജകമണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മണ്ഡലത്തിലുടനീളം വ്യാപകമായ പിരിവ് നടത്തി സംഭരിച്ച തുക എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോഴാണ്, അതിന്റെ കണക്ക് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടപ്പോഴാണ് വാദിയെ പ്രതിയാക്കിക്കൊണ്ട് പാർട്ടി നേതൃത്വത്തിനും MLAയ്ക്കും എതിരെ അടിസ്ഥാനരഹിതമായ ആരോപണവുമായി ശ്രീ ബാബു പോൾ രംഗത്ത് വന്നത്. കേരള സുന്നി യുവജന ഫെഡറേഷന്റെ കോതമംഗലം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള റമദാൻ റിലീഫ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സയ്യിദ് ഇസ്മായിൽ ബുഖാരി ഉദ്ഘാടനം നിർവഹിച്ചു. സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് സയ്യിദ് ഐമൽ മുഖൈബി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. KM അബ്ദുൾ റഹീം വഹബി, KS ഷെഫീഖ് ബാഖവി, VPM നജീബ് വഹബി, KM മുഹമ്മദ്, സജാദ് ഫൈസി, അബ്ദുൾ റഹ്മാൻ ഇസഹാഖ് മൗലവി, VKP സുബൈർ വഹബി, CKB നസീർ, KM നജീബ് വഹബി എന്നിവർ പ്രസംഗിച്ചു. മേഖലാ സെക്രട്ടറി KM നജീബ് വഹബി സ്വാഗതവും KE അബൂബക്കർ ബാഖവി കൃതജ്ഞതയും പറഞ്ഞു. സീനിയർ സിറ്റിസൺ സർവീസ് കൌൺസിലിന്റെ എറണാകുളം ജില്ലാ സമ്മേളനം ഞായറാഴ്ച കോതമംഗലത്ത് നടക്കും. JV ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ KP ബാബു ഉദ്ഘാടനം ചെയ്യും. PJ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കുത്തുകുഴി സഹകരണ ബാങ്കിനെതിരെ സഹകരണ വകുപ്പ് വീണ്ടും അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണം നിയമത്തിലെ 65-ാം വകുപ്പ് പ്രകാരം. ഭരണസമിതി തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ അപാകത എന്ന പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അന്വേഷണം ആരംഭിച്ചു. കുട്ടമ്പുഴയിൽ പട്ടയ സമരം ശക്തമാകുന്നു. കുട്ടമ്പുഴ കർഷക സംരക്ഷണ സമിതി ശനിയാഴ്ച വില്ലേജ് ഓഫീസ് മാർച്ച് നടത്തും. പട്ടയ പ്രശ്നത്തിന് ഉടൻ പരിഹാരമാകുമെന്ന് കോൺഗ്രസ്. കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ 1-ാം വാർഡിൽ വ്യക്തിഗത ആനുകൂല്യങ്ങളുടെ വിതരണത്തിൽ ക്രമക്കേടെന്ന് ആരോപണം. വാർഡ് സഭയിൽ ബഹളം. വിജിലൻസ് അന്വേഷണം വേണമെന്ന് LDF. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.